Hi everybody, SSLC, subject English. So today in this class we are going to discuss the chapter Breaking Barriers, I Will Fly. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ശ്രീകാന്ത് ബോലയുടെ ഒരു ടോക്കാണ്, അദ്ദേഹത്തിൻ്റെ സംസാരമാണ്. താൻ എന്താണ്, താൻ എങ്ങനെ ഇങ്ങനെ ആയി, ഏതൊക്കെ രീതിയിൽ താൻ പ്രതിസന്ധികളെ തരണം ചെയ്തു, ഇപ്പോൾ താൻ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ശ്രീകാന്ത് ബോല സംസാരിക്കുകയാണ്. ആരാണ് ശ്രീകാന്ത് ബോല? നോട്ടബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റാണ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള, തൻ്റെ വിഷ്വൽ ഇമ്പയേർഡ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥ പോലും, അതായത് ഇദ്ദേഹം ബ്ലൈൻഡാണ്, പക്ഷേ ആ ഒരു അവസ്ഥ പോലും മറികടന്ന് സക്സസ്സിലേക്ക് എത്തിയ ഇയാളുടെ ജീവിതത്തിൻ്റെ ആ പ്രയാണത്തിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെക്കുറിച്ച് അദ്ദേഹം തന്നെ സംസാരിക്കുകയാണ്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ, ബാരിയേഴ്സ്, ഹിൻഡ്രൻസ്, പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ടാവാം, ഡിഫിക്കൽട്ടീസ് നമ്മുടെ മുമ്പിലുണ്ടാവാം. പക്ഷെ അതൊക്കെ തരണം ചെയ്തും ജീവിതത്തിൽ മുന്നേറുന്ന, ജീവിതത്തിൽ തൻ്റേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പറയുന്ന ശ്രീകാന്ത് ബോല എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ്. സോ എന്താണ് അദ്ദേഹത്തിൻ്റെ ലൈഫ്, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. So now first let's discuss the chapter. Okay students, now let's discuss the chapter Breaking Barriers, I Will Fly. See, hello, I am Shrikant, an entrepreneur. Do you know that 51% of Indians are self-employed? Let me share the story of the richest entrepreneurial couples in the world, my parents. സോ ആദ്യം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹലോ ഐ ആം ശ്രീകാന്ത്. ശ്രീകാന്ത് സംസാരിക്കുകയാണ് നമ്മളോട്. ഹലോ ഐ ആം ശ്രീകാന്ത്, ഞാൻ ശ്രീകാന്താണ്. ആൻ എൻ്റർപ്രണർ, ഞാനൊരു എൻ്റർപ്രണറാണ്. എന്താ എൻ്റർപ്രണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംരംഭകൻ. ഡു യു നോ ദാറ്റ് എന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ്? അതായത് നിങ്ങൾക്കറിയോ 51% ഇന്ത്യക്കാരെന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയിഡ് ആണ്, അതായത് സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. Let me share the story of the richest entrepreneurial couples in the world, my parents. എന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ പാരൻസിനെ കുറിച്ചിട്ട് പറയുകയാണ്. അദ്ദേഹം തൻ്റെ പാരൻസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് the richest entrepreneurial couples എന്നാണ്. നോക്കാം. They earned just 20,000 a year from their small plot of land. അപ്പോൾ അവരുടെ ചെറിയൊരു നിലമുണ്ട്, ഭൂമിയുണ്ട്, അതിൽ നിന്നും ജസ്റ്റ് ഒരു 20,000 മാത്രമാണ് അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. 20,000 എ ഇയർ, വർഷത്തിൽ അത്രയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ പാവപ്പെട്ടൊരു ഫാമിലിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരീഡ് കപ്പിൾ. സോ ഒരു കപ്പിൾ, അതല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളതാണ്. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ്. At that moment in time, the term apple of eye did not mean much to them. So ഇവിടെ ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്നൊരു സെൻറ്റൻസ് നമുക്ക് കാണാം. ആക്ച്വലി അതൊരു സെൻറ്റൻസ്, അതൊരു ഇഡിയമാണ്. അതായത് അതിൻ്റെ മീനിങ് കണ്ണിലുണ്ണി എന്നുള്ളതാണ്. അപ്പോൾ കണ്ണിലുണ്ണി നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, അവൻ എൻ്റെ കണ്ണിലുണ്ണിയാണ്, അല്ലെങ്കിൽ അവൾ എൻ്റെ കണ്ണിലുണ്ണിയാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്നത്. ആപ്പിൾ ഓഫ് ദ ഐ ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദെം. Neither of my parents had ever seen an apple, nor did I have an eye. ഇത് ആ ഒരു ശൈലി, ആ ഒരു ഇഡിയം, ആപ്പിൾ ഓഫ് ഐ എന്ന് പറയുന്നത് കണ്ണിലുണ്ണി. അപ്പോൾ നമുക്കറിയാം പാരൻസിൻ്റെ കണ്ണിലുണ്ണി ആയിരിക്കും പിന്നെ മക്കളെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സെൻറ്റൻസ്, അതല്ലെങ്കിൽ ഈ ഒരു ഇഡിയം കുറച്ച് ഫണ്ണി ആയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് neither of my parents had ever seen an apple, nor did I have an eye. അതായത് ആപ്പിൾ ഓഫ് ഐ എന്ന് പറയുന്നത് കണ്ണിലുണ്ണി. ഇപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പാരൻസിന് ആപ്പിൾ അവർ കണ്ടിട്ടില്ല, നോർ ഡിഡ് ഐ ഹാവ് എൻ ഐ, എനിക്ക് കണ്ണുമില്ലായിരുന്നു എന്ന് പറയുകയാണ്. അതായത് ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബ്ലൈൻഡ് ആയിരുന്നോ ശ്രീകാന്ത്? ബ്ലൈൻഡ് ആയിരുന്നോ? ഓക്കെ, അപ്പോൾ കണ്ണിലുണ്ണി എന്ന് പറയുന്ന ആ ഒരു ഇഡിയത്തിനെ ഇവിടെ നർമ്മം കലർത്തി ഉപയോഗിച്ചു എന്ന് മാത്രം.
വെൻ ഐ വാസ് ബോൺ വിതൗട്ട് ഐസ് സൊസൈറ്റി സോ മീ ആസ് എ ബേർഡൻ. ഇപ്പം ഞാൻ ഒരു പിന്നെ കണ്ണില്ലാത്ത അല്ലെങ്കിൽ കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളായിട്ട് ജനിച്ചപ്പോൾ അത് സൊസൈറ്റിക്ക് ഞാൻ ഒരു ബേർഡൻ ആയിരുന്നു എന്ന് പറയുകയാണ്. ബേർഡൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാരം ആയിരുന്നു. സം ഈവൻ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ബി സ്മൂത്തേഡ്. ഈ സ്മൂത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ മീനിങ് ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥയാണത്, സഫോക്കേഷൻ. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം സം ഈവൻ സജസ്റ്റഡ് ദാറ്റ്, പലരും നിർദ്ദേശിച്ചു, പലരും പറഞ്ഞു ദാറ്റ് ഐ ഷുഡ് ബി സ്മൂത്തേഡ്. അപ്പോൾ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വരെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മീനിങ്ങിലാണ് ആ സെൻറ്റൻസ് പറയുന്നത്. ബട്ട് മൈ പാരൻസ് ഷോവേഡ് ഓൺ മീ ഇമ്മെൻസ് ലവ് ആൻഡ് കെയർ. പക്ഷേ എൻ്റെ പാരൻസ് എനിക്ക് ഇമ്മെൻസ് ലവ് ആൻഡ് കെയർ തന്നു, വളരെയധികം, ഇമ്മെൻസ്, അത്യധികം സ്നേഹവും കെയറും കാര്യങ്ങളൊക്കെ തന്നു. ദേ ഫെൽറ്റ് ദേ വേർ ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആയിരുന്നു റിച്ചസ്റ്റ് കപ്പിൾ, ഈ ലോകത്തിലെ റിച്ചസ്റ്റ് കപ്പിൾ, ഏറ്റവും ധനികരായ കപ്പിൾ. ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ. ഞാനും ഈ ഭൂമിയിലെ ഏറ്റവും ലക്കിയസ്റ്റ് പേഴ്സണായിട്ട് ഞാനും സ്വയം വിചാരിച്ചു എന്ന് പറയുകയാണ്. ആസ് എ ചൈൽഡ് ഐ സ്പെൻഡ് മച്ച് ഓഫ് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദ ഫീൽഡ്. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ, പിന്നെ പാടത്തും മറ്റൊക്കെ ആയിരുന്നു. ഹവവർ, എന്നിരുന്നാലും മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. പക്ഷേ ഞാൻ കുഞ്ഞായതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛനെ ഹെൽപ്പ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. അത് മാത്രമല്ല എനിക്ക് പിന്നെ ബ്ലൈൻഡുമാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇമ്പയർഡ് ആയിരുന്നു ഞാൻ. സോ അതിൻ്റെ ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്നതിൽ എന്ന് പറയുകയാണ്. മൈ ഫാദർ ബിഗാൻ ടു തിങ്ക് ദാറ്റ് പെർഹാപ്സ് ദ പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ മൈറ്റ് ബി റൈറ്റ്. അച്ഛൻ വരെ ചില സമയത്തൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് പറയുകയാണ്. പെർഹാപ്സ് ദ പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ, എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ച ആ ആൾക്കാർ, സൊസൈറ്റി, അവർ പറയുന്നത് കറക്റ്റാണ്, അവർ പറയുന്നത് ശരിയാണ്, ഇവനൊരു ബേർഡനായിട്ട് മാറുമോ എന്നുള്ള രീതിയിലൊക്കെ അച്ഛനും ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ള മീനിങ്ങിൽ പറയുകയാണ്. മൈ ഫാദർ ബിഗാൻ ടു തിങ്ക് ദാറ്റ് പെർഹാപ്സ് ദ പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ മൈറ്റ് ബി റൈറ്റ്. ഹി റിയലൈസ്ഡ് ഐ ഡിഡൻറ്റ് ഫിറ്റ് ഇൻ ടു ദ ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. അങ്ങനെ പിതാവ് മനസ്സിലാക്കി, റിയലൈസ് ചെയ്തു. എന്താ റിയലൈസ് ചെയ്തത്? ഐ ഡിഡൻറ്റ് ഫിറ്റ് ഇൻ ടു ദ ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. ഈ ഒരു കൃഷി കാര്യങ്ങൾ, ട്രഡീഷണലായിട്ടുള്ള ഈ ഫാമിങ്, അതൊന്നും പിന്നെ ഇവന് പറ്റില്ല എന്നുള്ളത് അച്ഛൻ മനസ്സിലാക്കി. ദെൻ ഹി ഡിസൈഡഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് ടു ബി മൈ പാത്ത്. അങ്ങനെ അച്ഛൻ മനസ്സിലാക്കി ഈ കൃഷിയും കാര്യങ്ങളും ജോലി എടുക്കലൊന്നുമല്ല, എഡ്യൂക്കേഷൻ കൊടുക്കണം മോന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് അച്ഛന് ഉണ്ടായി. സോ നെക്സ്റ്റ്, despite the challenges of trekking into a faraway school and being ignored by teachers and classmates, I persevered. അതായത് സ്കൂൾ ഒരുപാട് ദൂരെയായിരുന്നു. സോ ഡെസ്പൈറ്റ് ദാറ്റ് മീൻസ് എന്നാലും എന്നുള്ളൊരു മീനിങ് ആണ്. ദ ചാലഞ്ചസ് ഓഫ് ട്രെക്കിംഗ് ഇൻ ടു എ ഫാർ അവേ സ്കൂൾ. അപ്പോൾ ഒരുപാട് ദൂരം നടന്ന് പോകേണ്ടതുണ്ട് സ്കൂളിലേക്ക് എത്താനായിട്ട്. ആൻഡ് അതുമാത്രമല്ല ബുദ്ധിമുട്ട്, ബീയിങ് ഇഗ്നോർഡ് ബൈ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്. ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തുക, ഒഴിവാക്കുക. അപ്പോൾ ഇവനൊരു ബ്ലൈൻഡാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ ഇവനെ മാറ്റി നിർത്തും. ഒരു ഒറ്റപ്പെടൽ ഇവനുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഒരുപാട് ദൂരം നടന്ന് സ്കൂളിലെത്തണം, അതൊന്ന്, രണ്ട് ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ ഇവൻ ഇഗ്നോർ ചെയ്യും, ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഐ പേഴ്സേവ്ഡ് എന്ന് പറയുന്നത്, ഈ പേഴ്സേവ്ഡ് മെയിൻറ്റെയിൻ ചെയ്തു, ഞാൻ ബാലൻസ് ചെയ്തു, ഞാൻ നിന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഫോർ 2 years ഐ സാറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച് എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ്. 2 വർഷത്തോളം ഞാൻ എവിടെയായിരുന്നു? ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലാണ് ഇയാൾക്ക് പിന്നെ ഇരിപ്പിടമുള്ളത്. എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ്, നോർമൽ കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ, ടാസ്കുകൾ, അതൊന്നും ഇയാൾക്കില്ല. സോ അതിൽ നിന്നൊക്കെ ഇയാൾ ഒഴിവാക്കും. എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി നിർത്തുക. ഐ ദെൻ ഫെൽറ്റ് ലൈക്ക് ദ പുവറസ്റ്റ് ചൈൽഡ് ഇൻ ദ വേൾഡ്. അങ്ങനെ ഇവന് തോന്നി തുടങ്ങി, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും പുവറസ്റ്റ് ചൈൽഡ് എന്നുള്ളത് ഇവന് തോന്നി തുടങ്ങി. ഏറ്റവും പാവപ്പെട്ട കുട്ടി ഞാനാണെന്ന് ഇവന് തോന്നി തുടങ്ങി. നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി. അത് പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല അവനങ്ങനെ തോന്നിയത്, ബട്ട് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ. ഇവനുണ്ടായ ലോൺലിനെസ്, ഈ ലോൺലിനെസ്, ഐസൊലേഷൻ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒറ്റപ്പെടൽ, ഏകാന്തത. അപ്പോൾ അതൊക്കെ അനുഭവിച്ചപ്പോൾ ഇവന് തോന്നി ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും പുവറസ്റ്റ് ചൈൽഡ് എന്നുള്ളത്. Eventually, my parents and relatives decided that I should study in a school with students like me.
അങ്ങനെ പതുക്കെ പാരൻസ് പാരൻസ് വേറൊരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്ന് വെച്ചാൽ, മൈ പാരൻസ് ആൻഡ് റിലേറ്റീവ്സ് ഡിസൈഡഡ് ദാറ്റ് ഐ ഷുഡ് സ്റ്റഡി ഇൻ എ സ്കൂൾ വിത്ത് സ്റ്റുഡൻസ് ലൈക്ക് മീ. അപ്പോൾ എന്നെപ്പോലെ അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള, അംഗവൈകല്യം എന്നുള്ള വേർഡ് ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല, അത് പിന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് അവർ, അംഗവൈകല്യമല്ല, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, എന്നെപ്പോലെയുള്ള ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പിന്നെ സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂളിൽ കൊണ്ട് ചേർത്താം എന്നവർ തീരുമാനിക്കുന്നു. സോ ഐ വാസ് സെൻഡ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. അങ്ങനെ ഹൈദരാബാദിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ എന്നെ കൊണ്ടുപോയി ചേർത്തി. ദർ ഐ എക്സൽഡ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവന് ഭയങ്കരമായിട്ട് പിന്നെ ഇവൻ്റെ ഒരു എക്സലൻസ് കാണിക്കാനായിട്ട് പറ്റി, ഇവൻ്റെ ഒരു മികവ് കാണിക്കാനായിട്ട് പറ്റി. കാരണം അവിടെ ഉള്ളവരൊക്കെ ഇവനെ പോലുള്ളവരാണ്. മാറ്റി നിർത്തലോ ഒറ്റപ്പെടലോ ഏകാന്തതയൊന്നും ഇവന് അവിടെ ഉണ്ടായിരുന്നില്ല. ബിക്കമിങ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ്, അവനൊരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റായിട്ട് മാറി. ഏർണിംഗ് ടോപ്പ് റാങ്കുകളൊക്കെ ഇവൻ നേടാൻ തുടങ്ങി. ആൻഡ് റെപ്രസെൻറ്റിങ് ഇന്ത്യ ഇൻ ചെസ് ആൻഡ് ക്രിക്കറ്റിലും ചെസ്സിലും വരെ അവന് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പങ്കെടുക്കാൻ തുടങ്ങി. I had the privilege of working with Dr. APJ Abdul Kalam on various projects like the Lead India Youth Transformation Project. ഇവിടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹവുമായി ചേർന്ന് പല പ്രൊജക്റ്റിലും വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, പ്രൊജക്ട് ലൈക്ക് ദ ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്റ്റ്. അതൊരു പ്രൊജക്റ്റിൻ്റെ ഒരു പദ്ധതിയുടെ പേരാണ്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് പദ്ധതികളിൽ ഭാഗമാവാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഇവൻ്റെ ഏറ്റവും വലിയൊരു പ്രിവിലേജ്, ഒരു നേട്ടം, ഒരു മികവ് ആയിട്ട് കാണുകയാണ്.